വീട്ടിന്റെ അടുക്കളയിലും പോയി എന്താ പറയാ കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും MLA മാരും പാർട്ടി നേതാക്കളും എത്തിച്ചു. ജനത്തിന്റെ വില എന്താന്നുള്ളത് കാണിച്ചു കൊടുത്തു പി വി അൻവർ. ഞാൻ ജയിച്ചു നിൽക്കുകയാണ്, ഇതിലും വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അത് തന്നെയാണ് ജയം. പി വി അൻവർ എന്ത് ചുക്ക് ചെയ്യും? 2000 വോട്ട്, 3000 വോട്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5000 വോട്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ 7000 വോട്ട്, ഇപ്പൊ ഒരു 10,000-ലേക്ക് ഇങ്ങനെ ഞെരുങ്ങി എത്തി നിൽക്കുകയാണ്. ആരെ വെല്ലുവിളിക്കുന്നത്? ജനത്തിനെയാണ്. ഞാൻ അടിവരയിട്ട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറമാണ്, മനുഷ്യരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ആ റിസൾട്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ പിണറായിസം എന്താ സ്ഥിതി? ഇന്ന് വരുന്ന വാർത്തകൾ എന്താ? ഈ ADGP അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളന്റെ കയ്യിൽ തന്നെ കേരളത്തിന്റെ താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ? എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചവടമാണ് ഇവർ തമ്മിലുള്ളത്? ഇന്നിപ്പോ രാവിലെ മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളും, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വാർത്ത എന്താ? യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന DGPയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല. വിജിലൻസ് ക്ലിയറൻസ്. ഒരു പരാതി ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പൊ ആ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അദ്ദേഹമാണ്. 9 തവണ കേന്ദ്രം UPSC കത്തയച്ചെന്ന ഇപ്പൊ വരുന്ന വാർത്ത. 9 തവണ. മിനിഞ്ഞാന്ന് നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി നൽകണമെന്ന് പറഞ്ഞിട്ട് അവസാന